മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു വാർത്തയാണ് ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത്. അത്ഭുതം എന്നതിലപ്പുറം അപകടകരം എന്ന് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്ത് ഒന്നടങ്കം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാനികളാണ്, മറ്റൊരു വിഭാഗം ആളുകൾ ബംഗ്ലാദേശികളാണ്, മറ്റൊരു വിഭാഗം ആളുകൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തിന് എതിരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ രാജ്യത്തിന് പുറത്ത് നിന്നുള്ള ആളുകളാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇത് വെറുതെ പറയുന്നല്ല. ഇൻസ്റ്റഗ്രാമിലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊന്ന് അടിച്ചിട്ട് അതിലെ ഫോളോവേഴ്സ് ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു വിഷയത്തെ അത്ഭുതം അപകടം എന്ന് പറഞ്ഞു മുന്നോട്ട് വെക്കുന്നത്, മറിച്ച് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുക. ഷാഫി പറമ്പിലിന് ഒപ്പമുള്ളൊരു ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കമന്റ് ബോക്സിൽ നിരവധി ബംഗ്ലാദേശികൾ വന്ന് കമന്റ് ചെയ്യുക, പിന്തുണയ്ക്കുക. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം. ഒരാൾ ഒരു പോസ്റ്റ് ചെയ്തു എന്ന് കരുതി അതിൽ വരുന്ന കമന്റുകൾക്കൊന്നും പൂർണ്ണമായിട്ട് ഒരു ഉത്തരവാദിത്വം ആർക്കും ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ലീഗ് ഒരു വർഗീയ മത പാർട്ടിയാണ് എന്നുള്ളതാണ് വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നത്. ബംഗ്ലാദേശികൾ മെനക്കെട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ രംഗത്തുണ്ട്. തർക്കമില്ലാത്ത ദിശ. ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജില് വലിയ രീതിയിൽ ബംഗ്ലാദേശികളാണ്. ഇതേ രീതിയിൽ കുറഞ്ഞ ആളുകള് ഈ പറയുന്ന ലീഗ് നേതാവിന്റെ കമന്റ് ബോക്സിൽ വന്ന് പിന്തുണക്കുന്നു എന്ന് പറയുന്നത് ഒരു അപകടം തന്നെയാ. എവിടെയെങ്കിലും ഒരു സാധ്യത, എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ബംഗ്ലാദേശിൽ നിന്ന് വലിയൊരു സമൂഹം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളത് സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. നമ്മൾ കോക്രോച്ച് ജനതാ പാർട്ടി അതിൽ മൊത്തമായിട്ട് ബംഗ്ലാദേശികൾ വലിയ രീതിയിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനൊക്കെ മടി കാണിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ലീഗ് നേതാവിന്റെ, നമ്മുടെ കേരളത്തിലെ ലീഗ് നേതാവിന്റെ കമന്റ് ബോക്സിൽ പോലും ബംഗ്ലാദേശികൾ വന്നിട്ട് വലിയ പിന്തുണ അർപ്പിച്ച് ഞാൻ ഈ പറയുന്ന ഈ ഫാത്തിമ തഹ്ലിയക്ക് ബംഗ്ലാദേശികൾ പിന്തുണച്ചിട്ട് ചെയ്യുന്ന കമന്റുകളെ ഞാനിവിടെ ഉദാഹരണത്തിന് കൊടുത്തിട്ടുള്ള നിരവധി കാണാൻ സാധിക്കും. നിരവധി. ഇതൊന്നും അവരെ സമ്മതം എന്നല്ല. ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്ത് എവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കി നിൽക്കുക. ഇവിടെയാണ് നമ്മൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ചൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇന്റലിജൻസ് കേന്ദ്രത്തിന് സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ ഗൗരവം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത്. കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് വിഭാഗം, ഏജൻസി, അത് മൊത്തം വെറുതെ പറയുമെന്ന് ഇവിടെയുള്ള ആളുകൾ കരുതുന്നുണ്ട്. ഒരിക്കലുമില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന 24 മണിക്കൂറും പണിയെടുക്കുന്ന ആളുകൾ കേന്ദ്രത്തിന് സമർപ്പിച്ചതാ. നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അതിലെ ഫോളോവേഴ്സ് എടുത്തു നോക്കിയാൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. ലീഗ് നേതാവിന് പോലും ബംഗ്ലാദേശികൾ വന്നിട്ട് പിന്തുണ അർപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ചെറിയ കാര്യമല്ല. ഫാത്തിമ തഹ്ലിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ നേതാവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് മാത്രം. പക്ഷെ അവരിലേക്ക് പോലും ബംഗ്ലാദേശികൾ കൂട്ടമായിട്ട് എത്തുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ എത്ര വലിയ അപകടമാണ് രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ല, ഇവിടെ കുറെ പ്രമുഖ മാധ്യമങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണക്കുന്ന സകലരോടും ഒരു ലളിതമായ ചോദ്യമുണ്ട്. നിങ്ങളൊക്കെ തന്നെ പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ, കേന്ദ്രത്തിനെതിരെ തെരുവിലിറങ്ങി ചോദ്യം ചെയ്യണം. അതിനൊരു കോക്രോച്ച് ജനതാ പാർട്ടി, അതിനൊക്കെയാണല്ലോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണക്കുന്നത്. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം, നരേന്ദ്രമോദിയെ തെരുവിലിറങ്ങിയിട്ടാണോ നേരിടേണ്ടത്? അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് കൃത്യമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ
മത്സരിച്ച് നരേന്ദ്രമോദിക്ക് മറുപടി പറയുകയാണോ വേണ്ടത്? അവൻ നരേന്ദ്രമോദിയോട് മത്സരിച്ചിട്ട് വിജയിക്കാൻ സാധിക്കൂല എന്ന് കരുതിയിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ ജൻസി പ്രക്ഷോഭം എന്നൊക്കെ കപടത വിളിച്ചു പറഞ്ഞ് രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാൻ വലിയ ആസൂത്രണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നടക്കുന്നതിന്റെ ഒരു ഭാഗമല്ലേ ഈ കോക്രോച്ച് ജനതാ പാർട്ടി? ഇവിടെ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തി ജനാധിപത്യ രീതിയിൽ ആർക്ക് വേണമെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെ പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും ഒക്കെ രേഖപ്പെടുത്താം. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ തമിഴ്നാട്ടിലെ വിജയ് എന്ന് പറയുന്നത്? അദ്ദേഹം രംഗത്തെത്തിയിട്ട് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് നമ്മുടെ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ പോലും ചോദ്യം ചെയ്യുകയാണ് വിജയ് ചെയ്തിട്ടുള്ളതല്ല. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി അദ്ദേഹം കൃത്യമായിട്ട് മത്സരിച്ചോ? അവിടെ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടെ മത്സരിച്ചു. തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി പൊട്ടി, ഒരു യാഥാർത്ഥ്യമാണ്. ആ ജനാധിപത്യത്തെ BJP അംഗീകരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് തോൽവി സമ്മതിച്ച് തമിഴ്നാട്ടിൽ BJP വീണ്ടും പണിയെടുക്കുക. വിജയുടെ വിജയത്തെ അംഗീകരിച്ച് തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ കോക്രോച്ച് ജനത ഈ പറയുന്ന വിജയും ഒരു സുപ്രഭാതത്തിൽ രംഗത്തിറങ്ങിയിട്ട് പാർട്ടി പ്രഖ്യാപിക്കലും വലിയ രീതിയിൽ മത്സരത്തിലേക്കൊക്കെ എത്തിയതല്ലേ. ഇവിടെ ആർക്ക് വേണമെങ്കിലും മത്സരിക്കുക, ആർക്ക് വേണമെങ്കിലും ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളും യോജിപ്പുകളും രേഖപ്പെടുത്താൻ യാതൊരു പ്രശ്നവും ആർക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ആർക്ക് വേണമെങ്കിലും മത്സരിക്കുക. ഇവിടെ യാതൊരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കൽ പോലും മുന്നോട്ട് വെക്കുന്നില്ല. ഇവിടെ കേന്ദ്ര ഇന്റലിജൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്തിന് അപകടമാണ്. അവർ ഈ രാജ്യത്തെ ഒരു പാർട്ടിയെ അംഗീകരിക്കുന്നില്ല, ഇനി അവർ അംഗീകരിക്കണമെന്നില്ല. പക്ഷെ അവർ കൃത്യമായിട്ട് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലെ നേപ്പാളും ബംഗ്ലാദേശും ഒക്കെ ഉദാഹരണമായിട്ട് ഉയർത്തുന്നത്. ഇവരെ പിന്തുണയ്ക്കുന്നവർ കൃത്യമായിട്ട് മറ്റൊരു ബംഗ്ലാദേശ്, മറ്റൊരു നേപ്പാൾ സ്വപ്നം കണ്ട, അതായത് ഇന്ത്യൻ തെരുവുകളെ കത്തിക്കുക എന്നൊരു ലക്ഷ്യം കൃത്യമായിട്ട് ഇതിന്റെ പിന്നിലുള്ള ആളുകൾക്ക് ഉണ്ടോ എന്ന് നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് ഭയക്കുന്നു. ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന് പറയുന്നു. നരേന്ദ്രമോദിക്കെതിരെ ജനാധിപത്യ രീതിയിൽ ആർക്കും രംഗത്തിറങ്ങാം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ തെണ്ടിത്തരമാണ് ചെയ്യുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയം. നരേന്ദ്രമോദിയോട് ജനാധിപത്യപരമായിട്ട് മത്സരത്തിനിറങ്ങോ? നമ്മുടെ രാജ്യത്തിന്റെ തെരുവിലിറങ്ങുന്ന ഒരു വിഷയത്തിന് ഒരു കോക്രോച്ചുകളെയും ഒരു കൂറകളെയും ഒരു പ്രമുഖ മാധ്യമവും പിന്തുണക്കരുത്. അത് നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന അനീതിയാണ്. ഇത് BJP വിരുദ്ധതയിൽ തോന്നിയത് കാണുന്ന സകലരെയും പിന്തുണക്കല്ല വേണ്ടത്. ഇവിടെ പ്രതിപക്ഷമുണ്ട്, എല്ലാ ബഹുമാനവും പ്രതിപക്ഷത്തോടുണ്ട്. രാജ്യം ഭരിക്കുന്നവർക്ക് എല്ലാ രീതിയിൽ ഏതൊരു പാർട്ടിയും, മുസ്ലിം ലീഗ് പോലും നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ആ പ്രതിപക്ഷത്തെയും BJP സർക്കാർ അംഗീകരിക്കുന്നു. ഗവർണർ കൃത്യമായിട്ട് ആ ഒരു സർക്കാരത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയെ മാറ്റി നിർത്തില്ല. ഇവിടെ എല്ലാ രീതിയിലും എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു കൂറകൾക്കും അങ്ങ് വെറുതെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാമെന്നൊന്നും ഒരാളും കരുതരുത്. ഒരാള് പോലും ഒരു കൂറകളെയും പിടിച്ച് ഈ രാജ്യത്തിന്റെ പോറല് പോലും ഏൽപ്പിക്കാൻ സാധിക്കുമെന്ന് ഒരുത്തരും കരുതണ്ട. ഈ പറയുന്ന കോക്രോച്ചുകളെയൊക്കെ അടക്കി നിർത്താനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ട്. ഇത് ബംഗ്ലാദേശും ഇത് മറ്റൊരു നേപ്പാളും ഒന്നും ആകുമെന്ന് ഇവരെ പിന്തുണയ്ക്കുന്ന ഒരുത്തരും സ്വപ്നത്തിൽ പോലും കരുതേണ്ട.